നമസ്കാരം. അസാമാന്യമായ ആസൂത്രണം കൃത്യമായി നടപ്പാക്കി. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ കിരീടധാരണം കളിക്കളത്തിലെ മാത്രം പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. മത്സരം തുടങ്ങുന്നതിനേറെ മുമ്പേ തുടങ്ങിയ ആലോചനയുടെയും അത് കൃത്യമായി നടപ്പാക്കിയ കളിക്കാരുടെയും വിജയമാണ്. ദുബായിലെ പിച്ച് അതിനുവേണ്ടി രംഗമൊരുക്കി കൊടുത്തു എന്ന് മാത്രം. ഇന്ത്യയുടെ പരമ്പരാഗത ഏകദിന ടീമിൽ നിന്ന് വ്യത്യസ്തമായ 3 കാര്യങ്ങളാണ് ഈ ടൂർണമെന്റിൽ അവതരിപ്പിച്ചത്. കോച്ച് ഗൗതം ഗംഭീറിനും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും അതിൽ തുല്യ പങ്കാളിത്തമുണ്ടായിരുന്നു. 2023 ഏകദിന ലോകകപ്പ് ഫൈനലിൽ തോറ്റ ശേഷം 1 മാസത്തോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെന്ന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുമ്പ് പറഞ്ഞിരുന്നു. ആ ലോകകപ്പിൽ കളിച്ചവരെല്ലാം ഇനിയൊരു ഫൈനൽ കൂടി തോറ്റു മടങ്ങാനില്ലെന്നുറപ്പിച്ച് മെയ് മറന്ന് കളിച്ചു എന്ന് പറയാം. എല്ലാ മത്സരങ്ങളും ദുബായിലാണെന്ന സാഹചര്യം പ്രയോജനപ്പെടുത്താൻ അനുയോജ്യമായ ടീമിനെ ഒരുക്കിയെടുക്കുകയായിരുന്നു. പേസ് ബൗളർ ജസ്പ്രീത് ബുംറ പരിക്കു കാരണം ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ചില്ല. കളിച്ച മുഹമ്മദ് ഷമി പരിക്കുമാറി തിരിച്ചെത്തിയിട്ട് അധിക കാലവുമായിട്ടില്ല. പേസ് വിഭാഗത്തിലെ ഈ പ്രതിസന്ധി സ്പിന്നിലെ മികവ് കൊണ്ട് മറികടക്കാനായി. അക്സർ പട്ടേലിനെ 5ാം സ്ഥാനത്ത് ഇറക്കാനുള്ള തീരുമാനം ഗൗതം ഗംഭീറിന്റേതാണെന്നാണ് സൂചന. സമീപകാലം വരെ ബാറ്റർ എന്ന നിലയ്ക്ക് വലിയ സ്വീകാര്യത ഇല്ലാതിരുന്ന അക്സറിനെ 5ാമത് ഇറക്കിയതോടെ മുന്നേറ്റത്തിൽ ഇടം കയ്യനില്ലെന്ന പ്രശ്നം പരിഹരിച്ചതിനൊപ്പം തന്നെ പുതിയൊരു ബാറ്ററെ ബോണസായി കിട്ടിയതുപോലെയായി. ഫൈനലിലെ നിർണായക ഘട്ടത്തിൽ 40 പന്തിൽ 29 റൺസ് എടുത്തതാണ് അതിന്റെ ഏറ്റവും മികച്ച ഫലം. 5 കളിയിൽ അക്സർ 109 റൺസും 5 വിക്കറ്റും നേടി. ഋഷഭ് പന്തിനെ മാറ്റി പ്രധാന വിക്കറ്റ് കീപ്പറായി KL രാഹുലിനെ കളിപ്പിക്കാനുള്ള തീരുമാനവും നിർണായകമായിരുന്നു. ലോകത്തെ മികച്ച അഗ്രസീവ് ബാറ്റർമാരിൽ ഒരാളായിരിക്കുമ്പോൾ തന്നെ ഋഷഭ് പന്ത് സാഹചര്യം മനസ്സിലാക്കാതെ കളിച്ച് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയ സന്ദർഭങ്ങളും ഏറെയുണ്ട്. ആക്രമണാത്മക ബാറ്റർമാരായ അക്സർ പട്ടേൽ, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ എന്നിവർ മധ്യനിരയിലുള്ളതിനാൽ 6ാം നമ്പറിൽ സ്ഥിരതയുള്ള ബാറ്റർ വേണമെന്നതിനാലാണ് രാഹുലിനെ ദൗത്യമേൽപ്പിച്ചത്. ഓപ്പണിംഗിൽ ഉൾപ്പെടെ കളിച്ച ശീലവും ഏറെക്കാലത്തെ പരിചയ സമ്പത്തുമുള്ള രാഹുലിന് തന്റെ ദൗത്യം കൃത്യമായി നടപ്പാക്കാനായി. 5 മത്സരത്തിൽ രാഹുൽ നേടിയ 140 റൺസിനും വലിയ മൂല്യമുണ്ട്. മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിയെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് അവസാന ഘട്ടത്തിലായിരുന്നു. അതിനു തൊട്ടു മുമ്പ് ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലെ 5 കളിയിൽ 14 വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ടാണ് വരുൺ മികവ് തെളിയിച്ചത്. ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങും മുമ്പ് കളിച്ചത് ഒരേയൊരു ഏകദിനം മാത്രം. ജസ്പ്രീത് ബുംറയ്ക്ക് കളിക്കാനാകില്ലെന്ന് ഉറപ്പായതോടെ റിസർവ് ഓപ്പണറായ യശസ്വി ജയ്സ്വാളിനെ മാറ്റിയാണ് വരുണിനെ ടീമിലെടുത്തത്. വാഷിംഗ്ടൺ സുന്ദറിനേക്കാൾ വരുണിന് മുൻഗണന നൽകിയത് രോഹിത് ശർമ്മയുടെ തീരുമാനമായിരുന്നു. ആദ്യത്തെ 2 കളികളിൽ ഷമി, ഹാർദിക്, ഹർഷിത് റാണ എന്നീ പേസർമാരും രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ് എന്നീ സ്പിന്നർമാരുമായാണ് ഇന്ത്യ ഇറങ്ങിയത്. പ്രാഥമിക റൗണ്ടിലെ 3ാം മത്സരത്തിൽ ഹർഷിത്തിനു പകരം വരുണിനെ 11ൽ ഉൾപ്പെടുത്തിയതോടെ 4 സ്പിന്നർമാരായി. ഇതിൽ 3 പേർ ഇടം കയ്യന്മാരാണ്. ആദ്യ കളിയിൽ 5 വിക്കറ്റുമായി മാൻ ഓഫ് ദി മാച്ച് ആയ വരുണിന്റെ മാന്ത്രിക ബോളുകൾ ഫൈനലിലും ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകിയിരുന്നു. 3 കളിയിൽ വരുൺ 9 വിക്കറ്റും നേടി. അക്സർ, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ എന്നിവർ ചേർന്നതോടെ 3 തികഞ്ഞ ഓൾറൗണ്ടർമാരെ കിട്ടി. രവീന്ദ്ര ജഡേജയുടെ 8ാം നമ്പർ വരെ ബാറ്റിംഗിൽ ഗ്യാരണ്ടി ഉള്ളത് മുൻനിരയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും നൽകുകയായിരുന്നു.